അങ്ങനെ ഗുഡ് മോർണിംഗ് ആണ്. മല കാണാം. ഞാൻ റെഡി ആയിരിക്കുകയാണ്. കിളിയൊക്കെ വിളിക്കുന്നു. ലെഗയും നേരത്തെ കാണിച്ചത് തന്നെയാണ്. സ്റ്റിൽ ടു വീണ്ടും കാണിക്കുന്നു. ആഹാ, എന്ത് രസം. ഞാനെൻ്റെ കുറേ ബാഗ്സ് ഞാൻ സെപ്പറേറ്റ് പാക്ക് ചെയ്തു. കുടിക്കാനുള്ള വെള്ളം ഇരിക്കുന്നു. അത് കഴിഞ്ഞ് കുട്ടി കുട്ടി ബാഗുകൾ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നു. പ്രതീക്ഷ ഭായി ഇപ്പം വരും. അപ്പോൾ ഞാൻ പോകുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ എങ്ങോട്ടാണെന്ന് പോകുന്നതെന്ന് നമുക്ക് വഴി കാണാം. അങ്ങനെ പ്രതീക്ഷ ഭായി എത്തിയിട്ടുണ്ട്. പ്രതീക്ഷ ഭായി എൻ്റെ ബാഗുകളൊക്കെ കൊണ്ട് വെക്കണു. Again, I'm going to get into the പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഇല്ലാണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ ഞാൻ പ്രതീക്ഷ ഭായിയോട് പറഞ്ഞിരുന്നത് എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം. ഐ നീഡ് ടു സീ ദ മൗണ്ടെയ്ൻസ്, സ്നോ മൗണ്ടെയ്ൻസ് എസ്പെഷ്യലി. കിലോമീറ്റർ മുകളിൽ പോയിട്ട് ആലു പറാട്ടയും കോഫിയും പറഞ്ഞു. ഞാൻ ഏകദേശം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കോഫി വന്നത്. പ്രതീക്ഷ ഭായി ബ്രെഡും കോഫിയും ആണ് പറഞ്ഞത്. ഞാൻ ആലു പറാട്ടയും കോഫി. ഇത് പ്രൈവറ്റ് ബസ് ആയിരിക്കും. ഏകദേശം 7 മണി കഴിഞ്ഞപ്പോൾ യാത്ര തുടങ്ങിയതാണ്. രാത്രിയാകുമ്പോൾ മൗണ്ടെയിൻ റേഞ്ചസിൻ്റെ ഒക്കെ അടുത്തെത്തുമെന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ ഗവൺമെന്റ് ബസ്സാണ്. പ്രതീക്ഷ ഭായി എനിക്ക് ഓറഞ്ച് മേടിക്കാൻ വേണ്ടി പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടേക്ക് ഒന്ന് വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു. വീണ്ടും ഗംഗ. ഏത് ഗംഗയാണെന്ന് അറിഞ്ഞൂടാ. ചോദിച്ച കണ്ട് ഇവിടുത്തെ ഗംഗയ്ക്ക് നീല കളറ്. നീലയാണോ പച്ചയാണോ? ഇത്രയും വെയില്. പ്രതീക്ഷ ഭായി ആ കടയിലാണ് പോയിരിക്കുന്നത്. നമ്മുടെ ലഗേജുകളാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, പകൽ ഭയങ്കര ചൂടായിരിക്കും, രാത്രിയോ നല്ല തണുപ്പും. അപ്പം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. तुम लोग किधर जाना है? तुम लोग को हाँ वाइट एडजस्ट करके किधर जाना है? रुद्रप्रिया. तुम लोग स्टूडेंट्स है या स्टूडेंट? किधर, कौन सी कॉलेज? भी जाते हैं. हाँ. मेरी व्लॉग में आएगी. ये कौन सी क्लासेस में पढ़ते हैं तुम लोग? मास्टर स्टूडेंट. सब्जेक्ट तो बताना. मैथमेटिक्स, फिजिक्स. तुम लोग ये लोकल मतलब किधर की है ओरिजिनली? I'm local here. लोकल है. From UP. She is from Rajasthan and I'm from Roorkee, Uttarakhand. और अभी जा रहे हैं वो हॉस्टल है या घर है? अभी हॉस्टल से जा रहे हैं. हॉस्टल. हाँ. और आज कौन सी मंडे है ना? हाँ, बट आज ईद की छुट्टी है. और आज नवरात्रि का सेकंड डे है, इसलिए हम लोग दर्शन करने के लिए जा रहे हैं कोटेश्वर महादेव. हाँ, ओके. और बाकी सब कोटेश्वर बस के लिए वेट कर रहा था या टैक्सी ऐसे से लिफ्ट? बस के लिए जाएगा. अभी ये साल देखने वाला रोड दूसरा साल में नहीं मिलेगा कभी. हमारा डेली चेंजेस. पानी लैंडस्लाइड ज्यादा है. പ്രതീക്ഷ ഭായി റോഡുകളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അതായത് ഒരു പ്രാവശ്യം കാണുന്ന റോഡ് നെക്സ്റ്റ് ടൈം വരുമ്പം അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇവിടെ മുഴുവൻ ലാൻഡ് സ്ലൈഡിംഗ് ഉണ്ട്. കവിത നിഗി, ശോഭ ഉപാധ്യായ, ഹേമ മിശ്ര. Sleeping. She didn't sleep yesterday. One more person is there, no?
तानिया रावत. हिंदी फिल्म्स में सुना है ये सब नेम्स. बॉलीवुड में होते हैं ना ये जैसे सेम नेम्स. क्योंकि आई एम फ्रॉम केरला, so I don't know this kind of names, but I know like via movies. ഇതാണ് ദാരിദേവി. താഴെ ഇരിക്കുന്നില്ലേ? I thought last one was Dari Devi. ലാസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോ താരി ദേവിയുടെ വീഡിയോസ് ഒക്കെ എടുത്തിരുന്നു. ബട്ട് ദിസ് ടൈം ഈ കാണുന്നത് ദാരി ദേവി മന്ദിറിൻ്റെ സ്ഥലമാണ്. ഇവിടേക്ക് ദർശനത്തിന് പോകുവാനുള്ള തിക്കും തിരക്കുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ക്രൗഡ്, എല്ലാം ആൾക്കാരും പാർക്ക് ചെയ്ത് അതിൻ്റെ ഒരു തിക്കും തിരക്കുമാണ് ഇവിടുത്തെ ഇപ്പോൾ കാണുന്നത്. कल पे क्या है? नवरात्रि का फर्स्ट डे था कल. नवरात्रि का सेकंड डे. सेकंड है ना? आज सेकंड डे. सेकंड डे. वोटे ब्रेक करने के लिए गो. ഇതേതോ ബ്രിഡ്ജ് എന്തിനു വേണ്ടിട്ടാണ്? അപ്പുറത്തോട്ടെ ആ സൈഡിലോട്ടെ ഗ്രാമത്തിലോട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടി വണ്ടി കയറി പോകാൻ വേണ്ടി. ഇതൊരു ലാൻഡ് സ്ലൈഡിങ് ഏരിയ ആണ്. ബാരിഷ് का टाइम ലാൻഡ് സ്ലൈഡിങ് ഏരിയ. ഈ ലാൻഡ് സ്ലൈഡിങ് അല്ലെ റോഡ് ഇങ്ങനെ ഭീകരമായിട്ട് കിടക്കുന്നത് ആദ്യം വന്നപ്പോൾ ശരിക്കും ഭയാനകമായിട്ട് തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോൾ യൂസ് ടു ആയി. കാരണം ഇത് ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ്. അങ്ങനെ ലഞ്ച് കഴിക്കാൻ കയറാൻ പോവാണ്. ഈ കോളേജ് സ്റ്റുഡൻസിനെ ഇറക്കിയതിന് ശേഷം നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലു പൊറോട്ട തന്നെയാണ്. ആലു പൊറോട്ട അല്ലെങ്കിൽ നൂഡിൽസ്. നോർമലി ഞാൻ റൈസ് അല്ലെങ്കിൽ ദാൽ കഴിക്കുന്നത് കുറവാണ്. ആലു പൊറോട്ട, ദഹി, കറി, പിക്കിൾ. നല്ല ചൂട് ആലു പൊറോട്ട. കോഫി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വരുമ്പം ഞാൻ സൗണ്ടെല്ലാം പോയി. ആലു പൊറോട്ട, ആലു പൊറോട്ട, ആലു പൊറോട്ട, കോഫി, ആലു പൊറോട്ട, കോഫി. ഇനി നൂഡിൽസ് ആയിരിക്കും ആലു പൊറോട്ട മടുക്കുമ്പോൾ. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം വീണ്ടും യാത്ര ആരംഭിച്ചു. എഗെയിൻ റോഡ് ട്രാഫിക്കല്ല ആക്ച്വലി ഇങ്ങനെ ബ്ലോക്കായിട്ട് കിടക്കും. ചില സ്ഥലങ്ങളിൽ കുറേ വണ്ടികൾ പോയതിന് ശേഷം മാത്രമേ മറ്റ് സൈഡിൽ നിന്നുള്ള വണ്ടികൾ കടത്തി വിടുകയുള്ളൂ. കാരണം റോഡൊക്കെ ഭയങ്കര എന്താ പറയണേ, ഏത് സമയവും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാം. അപ്പം അവിടെ എല്ലാവരും അത് യൂസ് ടു ആണ്. ഇതൊരു നോർമലായിട്ടുള്ള കാര്യമാണ്. ഇതിങ്ങനെ കെട്ടി ഒരു ഗ്യാരണ്ടി ഇല്ലല്ലേ, ഇപ്പം വേണേ ഇടിഞ്ഞു വീഴാം അല്ലേ? അത്രയും അടിച്ച്. എന്നാലും ഈ പണി ചെയ്യുന്നവരെയും അല്ലേ. अल्मोड़ा, ग्वालदाम, कर्णप्रयाग. आपकी यात्रा मंगलमय हो. പൂത്തു നിൽക്കുന്നു. വഴിയിൽ വണ്ടി നിർത്തിയിട്ട് കുറച്ച് സാധനം ചപ്പൽ മേടിക്കാൻ പോയി, സ്ലിപ്പേഴ്സ്. എന്നിട്ട് ഞാൻ മാക്കനെ നടക്കുന്നു. സീസൺ അല്ലാത്തതുകൊണ്ട് തിരക്കുകളേ ഇല്ല. ഓഫ് സീസൺ സമയത്താണ് റോഡുകളുടെ കൺസ്ട്രക്ഷൻസ് മേജറായിട്ട് നടക്കുന്നത്. അപ്പോൾ നമ്മൾക്ക്
ഡീറ്റൂർ എടുക്കേണ്ടി വരും. അതായത് നോർമൽ റൂട്ട് അല്ലാണ്ട് പോലീസുകാർ തന്നെ നമ്മളെ ഡൈവേർട്ട് ചെയ്തൊക്കെ വിടും. മല കയറി വേണം ഇവരെല്ലാം വീടുകളിൽ ചേർക്കാനേ. അല്ല ആ പെണ്ണുങ്ങളൊക്കെ വീട്ടിലൊക്കെ ചെത്തി വരുന്നുണ്ട്. ഞങ്ങൾ ഇവിടുത്തെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് ഓരോ മലകൾ കയറി വേണം അവരുടെ ഒരു ഡേ ടു ഡേ ലൈഫ് ഗോ ത്രൂ ചെയ്യാൻ. ദാറ്റ് മീൻസ് അവർക്ക് ഗ്രോസറി മേടിക്കാൻ പോകണമെങ്കിലോ സ്കൂളിൽ പോകണമെങ്കിലോ ഓഫീസിൽ പോകണമെങ്കിലോ എന്ത് കാര്യമായിരുന്നാലും ഇതെല്ലാം ഈ കൺസ്ട്രെയിൻസ് എല്ലാം താണ്ടി വേണം അവർക്ക് അവരുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ. കോഫി കുടിക്കാം. പ്രതീക്ഷ ഭായിൻ്റെ അടുത്ത് ഓൾറെഡി കോഫി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി മൈ കോഫി ഈസ് ദെയർ. ചെക്ക് കോഫി വന്നില്ലെങ്കിൽ എന്താ, ഇവിടെ ഭയങ്കര റേഡിയോയിൽ പാട്ടിട്ടിരിക്കുന്നു. ഒരുപക്ഷെ ഇവിടുത്തെ യേശുദാസായിരിക്കും പാടിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര മ്യൂസിക്. യേശുദാസിൻ്റെ തീർന്നിട്ട് അടുത്ത് ഇവിടുത്തെ ചിത്രം തുടങ്ങിയിട്ടുണ്ട്. കാരണം പഹാഡി മ്യൂസിക്സ്, ആ ട്യൂണിങ്, ആ രസവും ഒരു കോൾഡ് മൂഡ്. നൂഡിൽസ്, കറുത്ത നൂഡിൽസ്. എന്ത് നൂഡിൽസ് ആണെന്നും കഴിച്ചിട്ട് പറയാം. ആ കോഫി, താങ്ക് യു. കറുത്ത നൂഡിൽസ് എന്താണോ എന്തോ. അതെ, ഈ സോസ് ഒഴിച്ചാണ്. സോയ സോസാണ്. സോയ സോസ് ഒഴിച്ചിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ നൂഡിൽസിനെ നശിപ്പിച്ചു സോയ സോസൊക്കെ ഒഴിച്ച്. ബട്ട് കുഴപ്പമില്ല, സ്പൈസിയാണ്. ഈ ക്ലൈമറ്റ് നോക്കിയാണ്. നല്ല ഹോട്ടായിട്ടാണ് അവർ സെർവ് ചെയ്യുന്നത്. അതൊക്കെ വെക്കാൻ പറ്റില്ല ഇത്ര ചൂടായിട്ട്. കാരണം ഇവിടുത്തെ ക്ലൈമറ്റിക് കണ്ടീഷൻസ് അതാണ്. നോർമലി വിശക്കുമ്പം കാണുന്ന റെസ്റ്റോറൻറ്റിൽ കയറി കഴിച്ചോണം, ഇല്ലേ പെട്ടുപോകും. കാരണം നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഭക്ഷണം കിട്ടില്ല. കണ്ടില്ലേ, ഇങ്ങനത്തെ റോഡുകളായിരിക്കും. എത്രയോ നേരം ഇങ്ങനത്തെ റോഡുകൾ മാത്രമേ ഉണ്ടാവും. കടകൾ പോയിട്ട് ഒരാൾ തന്നെ ചിലപ്പം കാണാൻ സാധിക്കില്ല. അങ്ങനെയാണ് ഇവിടുത്തെ റോഡുകളുടെ ഒരു നോർമൽ സിറ്റുവേഷൻസ്. ഒരു സ്ലൈഡ് വന്നതല്ലേ, ഇടിഞ്ഞു പൊളിഞ്ഞു പോയി അല്ലേ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ലാൻഡ് സ്ലൈഡ് വന്നപ്പം ഇവിടെ വരുമ്പോൾ പ്രശ്നമല്ല. എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. കാരണം ലാൻഡ് സ്ലൈഡിന് ശേഷം വീണ്ടും കൺസ്ട്രക്ട് ചെയ്യും. ഒരു കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് പിന്നെ അടുത്ത സീസണിൽ നല്ല മഴ വരുമ്പം വീണ്ടും ഇത് തന്നെയാണ് സിറ്റുവേഷൻസ്.
ഹോളി പോവാന്നോ? ചുമ്മാ അങ്ങോട്ട് പോകാം എന്നാ ആ പോയിട്ട് കംഫർട്ടബിളായ ഏതെങ്കിലും റൂം ഉണ്ടല്ലേ എന്നാ ഓക്കെ ഹോളി ഇത് 14 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടി വിസിബിലിറ്റി ഉണ്ട് സ്നോ ഹിമാലയാസിൻ്റെ. സ്കീ റിസോർട്ട് ഓളി 12 കിലോമീറ്റർ മുന്നോട്ട്. അപ്പം ഇതാണ് ഇത് പട്ടാളക്കാരുടെ സ്ഥലമാണ്. അപ്പോൾ ടിബറ്റി പോകാൻ പറ്റുമായിരിക്കുമല്ലോ. ടിബറ്റൻ ബോർഡർ എന്നാണ് പറഞ്ഞത്. കോൺക്രീറ്റ് എന്തോ ചെയ്തിട്ട് ആൾക്കാർ കണ്ടാൽ ഭയക്കാതിരിക്കാൻ വേണ്ടി മഴയത്ത് വന്നപ്പോഴത്തേക്കിനെ GMVM ഗസ്റ്റ് ഹൗസ് ഉണ്ട് അവിടെ.